ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ബോർ ഓർ ബർക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു കവിതയാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസയാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാൻ. രണ്ടും രണ്ട് ഇതാണ്, പക്ഷെ അതോടെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് എന്താണെന്ന് നോക്കാം. ഇത് ആദ്യം വായിച്ചു തരാം. അതിൻ്റെ ശബ്ദാർത്ഥാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം എല്ലാവരും ആ സെക്കൻഡ് സ്റ്റാൻസ നോക്കേണ്ടതാണ്. ബർസെ ബദ്രിയ സാവൻ की मन भावन की सावन में उमगियो मेरो मनवा भनक सुनी हरि आवन की उमड़ घुमड़ चहुदिस से आया दामिन धमके झर लावन की नन्ही नन्ही बूंदन मेहा बरसे शीतल पवन सुहावन की मीरा के प्रभु गिरधर नागर ആനന്ദ് മംഗൾ ഗാവൻ കി. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസ പറയുന്നത്. ഇതിനകത്ത് ബാരിഷിനെ കുറിച്ചാണ് പറയുന്നത്, മഴയെക്കുറിച്ച്. മഴയുടെ വർണ്ണനമാണ് ചെയ്തിരിക്കുന്നത്. ഒരു മഴ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഓക്കെ, അന്നേരം ഇതിനകത്ത് ബർസെ ബദരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദൽ. സാവൻ കി, സാവൻ എന്ന് വെച്ചാൽ സാവൻ മഹീന എന്ന് പറയുന്ന മഴയുള്ള ആ മാസത്തിനാണ്, റെയിനി സീസണിനാണ് നമ്മൾ സാവൻ കി മഹീന എന്ന് പറയുന്നത്. സാവൻ കി മൻ ഭാവൻ കി. മൻ ഭാവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അതാണ് മൻ ഭാവൻ എന്ന് പറയുന്നത്. സാവൻ മേ ഉമഗയോ മേരോ മൻവ. ഉമഗയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതിനാണ് ഉമഗയോ എന്ന് പറയുന്നത്. ഉമങ് സെ ഭരാ ഹുവ, ഭയങ്കരമായിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളത്. പിന്നെ മേരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേര. മൻവ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൻ. അതായത് സാവൻ മേ ഉമഗ്യോ മേരോ മൻവ വരെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അടുത്താണ് ഭനക് സുനീഹരി ആവൻ കി. ഭനക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആഭാസ് ഹോന, അതായത് നമ്മൾ അവെയർ ആയിരിക്കണം. എന്തിനെ കുറിച്ചാണ്? സുനീഹരി ആവൻ കി. ഹരി എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണനെ ഹരി എന്ന് പറയാം. ആവൻ എന്ന് വെച്ചാലോ ആന. കൃഷ്ണൻ വരുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണമെന്നാണ് പറയുന്നത്. അടുത്തത് ഉമഡ് ഘുമഡ് ചഹുദിസ് സെ ആയ. ഉമഡ് ഘുമഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ മഴയൊക്കെ വരുന്നതിന്, ആകാശം ക്ലൗഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നതിനാണ് ഉമഡ് ഘുമഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ പറയാം. ചഹുദിസ് സെ ആയ. ചഹുദിസ് എന്ന് പറയുന്നത് എന്താണ്? ചഹുദിസ് എന്ന് പറയുന്നത് ചാറോ ദിശ, അതായത് 4 വഴിയിലൂടെ വരുന്നതിനാണ് ചഹുദിസ്. മഴ 4 വഴിയിലൂടെ ഇതുപോലെ കാർമേഘമൊക്കെ ഇങ്ങനെ ഉമഡ് ഘുമഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ വരുവാണ്. ധാമിന് ധമക്കെ ജർ ലാവൻ കി. ധാമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്നിങ്. പിന്നെ ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഷവർ, അതായത് മഴ പെയ്യുന്നത്. അതായത് 4 സൈഡിൽ നിന്ന് വന്നിട്ട് മഴ പെയ്യുക എന്നാണ് പറയുന്നത്. നന്നി നന്നി ബൂന്ദേ മേഹ ബർസെ. നന്നി നന്നി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കുഞ്ഞു കുഞ്ഞു ബൂന്ദേ. ബൂന്ദേ മീൻസ് റെയിൻ ഡ്രോപ്സിനെയാണ് പറയുന്നത്. ബൂന്ദേ മേഹ ബർസെ ശീതൽ പവൻ. ശീതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തണുപ്പുള്ള, കോൾഡ്, ഠണ്ഡി. മേഹ എന്ന് പറയുന്ന ബാദലാണേ. പവൻ സുഹാവൻ കി. സുഹാവൻ എന്ന് പറയുന്നത് എന്താ? അതായത് കാണാൻ നല്ല ഭംഗിയുള്ളത്, നല്ല സുഖമുള്ളത്, എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അതാണ് സുഹാവൻ കി. മീര കെ പ്രഭു ഗിരിധർ നാഗർ ആനന്ദ് മംഗൾ ഗാവൻ കി. ഗാവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗൾ ഗീത് പാടുന്നതിനാണ് ഗാവൻ എന്ന് പറയുന്നത്, പാട്ട് പാടുക. അതായത് നല്ല സമയങ്ങളിൽ, ഇപ്പം നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് പാടുന്നതാണ് ആനന്ദ് മംഗൾ. ആനന്ദ് മംഗൾ എന്ന് പറയുന്ന ആ ഗീത് പാടുന്നതിനാണ് ഗാവൻ കി. ഗാവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുക. നമുക്ക് ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാവുന്നതാണ്. अपने दूसरे पद में मीरा भाई सावन का बड़ा ही मनमोहक चित्रण कर रही है. അതായത് രണ്ടാമത്തെ ഇതിനകത്ത് പദ്യത്തിൽ എന്താണ്? മീരാബായി നമ്മുടെ സാവൻ്റെ, അതായത് റെയിനി സീസണിൻ്റെ ഒരു മനമോഹകമായിട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിത്രണമാണ് ചെയ്തിരിക്കുന്നത്. എന്താന്ന് നോക്കാം.
पद में उन्होंने बताया है कि सावन के महीने में मनमोहक बरसात हो रही है. അതായത് റെയിനി സീസണിൽ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത്. ഉമഡ് ഘുമഡ് കർ ബാദൽ ആസ്മാൻ മേ ചാരോ തരഫ് ഫൈൽ ജാത്തെ ഹെ. അതായത് ഉമഡ് ഘുമഡ് എന്ന ആ ഒരു ക്ലൗഡ്സ് ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ വരുന്നതിനാണ്. എന്നിട്ട് ആ സൗണ്ട് ഒക്കെ ആയിട്ട് എന്നിട്ട് ആകാശത്ത് എന്ത് വരുന്നുണ്ട്? ആ ബാദല് 4 വശത്തും ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഫെൽ ജാന മീൻസ് സ്പ്രെഡ് ആവുക. ആസ്മാൻ മേ ബിജ്ലി ബി ഖടക് രഹി ഹെ. ആകാശത്ത് ലൈറ്റ്നിങ് ഉണ്ടാവുന്നുണ്ട്. ബിജ്ലി മീൻസ് ലൈറ്റ്നിങ് ഉണ്ടാവുന്നുണ്ട്. ആസ്മാൻ സെ ബർസാത് കി നന്നി നന്നി ബൂന്ദേ ഗിർ രഹി ഹെ. ആകാശത്തു നിന്ന് മഴയുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബൂന്ത് ഡ്രോപ്സും വീഴുന്നുണ്ട്. ഠണ്ഡി ഹവായേ ബഹ രഹി ഹെ. നല്ല തണുത്ത കാറ്റും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ജോ മീരാബായി കോ ऐसा महसूस करवाती है മാനോ ശ്രീകൃഷ്ണ ഖുദ് ചൽക്കർ ഉൻകെ പാസ് ആ രഹേ ഹെ. അതായത് ഈ തണുത്ത കാറ്റും എല്ലാവരും ഇങ്ങോട്ട് വരാൻ നേരം നമ്മുടെ മീരാബായിക്ക് തോന്നുവാണ്. എന്താണ് തോന്നുന്നത്? മെഹസൂസ് എന്താ ചെയ്യുന്നത്? അതായത് ശ്രീകൃഷ്ണൻ സ്വയമേ ഇങ്ങനെ നടന്ന് മീരാബായിയുടെ അടുത്ത് എത്തുന്ന പോലെ ഒരു ഫീലാണ് മീരാബായിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പദിന്റെ ഭാവാർത്ഥ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഭാവാർത്ഥ്. നമുക്കിനിയും ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മീര കോ സാവൻ മൻ ഭാവൻ ക്യോ ലഗ്നേ ലഗാം. അതായത് മീരയ്ക്ക് സാവൻ മഴക്കാലം എന്തുകൊണ്ടാണ് മൻഭാവനായ മനസ്സിന് ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? ആൻസർ ആണ് സാവൻ മേ ബാദൽ ബരസ്നെ ലഗ്തേ ഹെ. മഴക്കാലത്ത് നമ്മുടെ ക്ലൗഡ്സ് നിന്ന് വെള്ളം ഇങ്ങോട്ട് വീഴും അല്ലേ, അതായത് മഴ പെയ്യുന്നു. തോ മീര കാ മൻ പ്രസന്ന ഹോ ജാത്താ ഹെ. അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ മീരാഭായിയുടെ മനസ്സെന്താവും? ഭയങ്കരമായിട്ട് സന്തോഷം വരും. പ്രസന്ന ഹോ ജാത്താ ഹെ. ഓർ പാനി കി ബൂന്തോ കെ സാത്ത് ഉസ്സെ ശ്രീകൃഷ്ണ കെ ആനെ കാ ആഭാസ് ഭി ഹോത്താ ഹെ. അതായത് ആ മഴത്തുള്ളികൾ വീഴുമ്പോൾ നമ്മുടെ മീരാഭായിക്ക് എന്താ തോന്നുന്നത്? ശ്രീകൃഷ്ണൻ വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സാവന്റെ ആ ഒരു സമയത്ത് മൻഭാവനാന്ന് പറയാൻ കാരണം. ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ശ്രീകൃഷ്ണൻ വരുന്നതിന്റെ ഒരു ഫീലാണ് വരുന്നത്. അത് ക്ലിയർ ആണോ? നമുക്ക് അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠ് കെ ആധാർ പർ സാവൻ കി വിശേഷത ലിഖിയെ. അതായത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മഴക്കാലത്തിന്റെ ആ ഒരു വിശേഷത സ്പെഷ്യാലിറ്റീസ് എഴുതാനാണ് പറയുന്നത്. സാവൻ കെ ആത്തെ ഹി ബാദൽ ചാറോ ദിശാओं में उमड़ घुमड़ कर വിചരൺ കരനെ ലഗ്തേ ഹെ. അതായത് റെയിനി സീസൺ വരുമ്പോൾ തന്നെ നമ്മുടെ ബാദൽ എന്ത് ചെയ്യും? ക്ലൗഡ്സ് എന്ത് ചെയ്യും? 4 വശത്തും ഇങ്ങനെ പോയിട്ട് ഉമഡ് ഘുമട്ടായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. ബിജ്ലി ചമക്നെ ലഗ്തി ഹെ. പിന്നെ ലൈറ്റ്നിങ് ഉണ്ടാവും അല്ലേ. വർഷ കി നന്നി നന്നി ബൂന്ദേ ബരസ്തി ഹെ. മഴയുടെ ആ ചെറിയ ചെറിയ ബൂന്ത് ഡ്രോപ്സ് വീഴും താഴേക്ക്. ശീതൽ ഹവ ബഹനെ ലഗ്തി ഹെ. ഈ മഴക്കാലം ആകുമ്പോൾ നമുക്കറിയാം എന്തായാലും മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങോട്ട് വരുന്നല്ലേ. അതാണ് പറയുന്നത് ശീതൽ ഹവായ, നല്ല തണുത്ത കാറ്റുകൾ. ബഹനെ ലഗ്തി ഹെ ഓർ മോസം സുഹാവനെ ലഗ്നെ ലഗ്തി ഹെ. പിന്നെ ആ സമയത്ത് ആ മോസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട് മാറും. ഓക്കെ, അത് ഭയങ്കര സിമ്പിൾ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മീര ഭക്തികാൽ കി പ്രസിദ്ധ കവയിത്രി ഥി. മീരാഭായി എന്താണ്? ഭക്തികാലില് പ്രസിദ്ധമായിട്ടുള്ള കവയിത്രിയാണ് അല്ലേ. ഇസ് കാൽ കെ ദൂസരെ കവിയോं के नामों की सूची बनाइए तथा उसकी एक एक रचना का नाम लिखिए. അതായത് ഭക്തികാലിൽ മീരാഭായി മാത്രമല്ല വേറെയും കുറെ കവികൾ ഉണ്ടായിരുന്നല്ലേ. അവരുടെ പേര് എഴുതിയിട്ട് അവരുടെ ഒരു രചനയുടെ പേരൂടെ കൊടുക്കാനാണ് പറയുന്നത്. നമുക്കന്നേരം മീരാഭായി കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? കബീർദാസ് ഉണ്ട് അല്ലേ. കബീർദാസ് എഴുതിയിരിക്കുന്നത് എന്താണ്? ബീജകാണ് എഴുതിയിരിക്കുന്നത്. സൂർദാസ് ഉണ്ട്. സൂർദാസ് എന്തെഴുതി? സൂർസാഗർ എന്ന് പറയുന്നത്. തുളസിദാസ് എന്തെഴുതി? രാംചരിത് മാനസ്. ജായ്സി എന്തെഴുതി? പത്മാവത്. ഇതൊക്കെ ഭക്തികാലില് മീരാഭായി ചെയ്ത പോലെ തന്നെ ചെയ്ത ആൾക്കാരും അവരുടെ രചനയുടെ നാമമാണ്, പേരുമാണ് കേട്ടോ. ഇതന്നേരം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? സാവൻ വർഷ ഋതു കാ മഹീന ഹെ. സാവൻ എന്ന് പറയുന്നത് വർഷ ഋതുവിന്റെ മഹീനയാണ്.
वर्षा ऋतु के संबंधित 2 अन्य महीनों के नाम लिखिए. ഈ വർഷാ ഋതുവിനെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് 2 വേറെ മഹീനയുടെ പേര് എഴുതാനാ പറയുന്നത്. സാവൻ വർഷാ ഋതു का विशेष महीना माना जाता है. സാവൻ എന്ന് പറയുന്നത് വർഷാ ഋതുവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട മഹീന മന്ത് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ലേക്കിൻ സാവൻ से पहले के महीने आषाढ़ वे सावन के बाद के महीने भादो में भी कई बार वर्षा हो जाती है. അതായത് നമ്മുടെ സാവന്റെ മാസത്തിൽ മാത്രമല്ല മഴ പെയ്യുന്നത്. ചിലപ്പം സാവന്റെ മുന്നേ ഉള്ള മാസമായിട്ടുള്ള ആഷാഢിന്റെ മാസത്തിലും സാവന് ബാദ് വരുന്ന ഭാദോ എന്ന് പറയുന്ന മാസത്തിലും മഴ പെയ്യാറായി ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അന്നേരം ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആണോ? ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നിങ്ങൾ അന്നേരം ജസ്റ്റ് ആ സ്റ്റാൻസാസ് ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി നിങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.